നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവനും സ്വത്തിനും തന്നെ ഭീതി കടത്തിക്കൊണ്ടാണ് പന്നികളുടെ വളർച്ച ഈ മുക്കം മുനിസിപ്പാലിറ്റി ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇവിടുത്തെ കർഷകരെല്ലാം ഒന്നിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ 25-ാം തീയതി നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുകയും സെക്രട്ടറിയുടെ മുമ്പിൽ പരാതി ബോധിക്കുകയുണ്ടായി. ഈ ബോധിപ്പിച്ച സമയത്ത് സെക്രട്ടറിയും ചെയർമാനും അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ കർഷകർക്ക് നൽകിയ ഒരു ഉറപ്പ് 30-ാം തീയതിക്കുള്ളിൽ ഇതിനൊരു പരിഹാരമുണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം, ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ഈ മുക്കം പരിസര പ്രദേശങ്ങളിലെ പന്നികളെ തുറത്തുന്നതിന് വേണ്ടി ഒരു പന്നിവേട്ട നടത്തിക്കൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ ഒന്ന് പിരിഞ്ഞു പോയത്. അതിനുശേഷം ഞങ്ങൾ കാത്തിരുന്നു. 30-ാം തീയതി കഴിഞ്ഞു. ഇതുവരെ എന്തെങ്കിലും ഒരു മറുപടി ഈ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നോ ചെയർമാന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ കർഷകർ ഇവിടെ മുനിസിപ്പാലിറ്റി ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് വിളകൾ നടത്താൻ പൈസ വേണമെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ വിളകൾ നടത്താൻ സാമ്പത്തിക സഹായം വേണമെന്നല്ല ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ സമരം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഒരൊറ്റ ആവശ്യം മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ കൂട്ടത്തിൽ ഞങ്ങൾ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ മാമ്പുഴേട്ടൻ രാവിലെ കൃഷിയിടത്തിലേക്ക് പോകുമ്പോൾ പന്നിയുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ജീവൻ തന്നെ വഴിമുട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഈ അധികാരികൾ കണ്ണുറക്കാത്തത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അദ്ദേഹത്തിന് ബാബുവേട്ടന് നഷ്ടപരിഹാരം വേണമെന്നുള്ള സമരത്തിലല്ല, ഇവിടുത്തെ ജനങ്ങളുടെയും സ്വത്തിനും അവരുടെ ജീവനും പരിഹാരം വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിനെ ഗവൺമെന്റ് അംഗീകരിച്ച, ഗവൺമെന്റ് അനുമതി ലഭിച്ച ഇവിടുത്തെ മറ്റ് പഞ്ചായത്തുകളിൽ നടത്തിയ പന്നിവേട്ട നടത്തിക്കൊണ്ട് പന്നികളെ തുരത്തണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിവിടുത്തെ സാധാരണക്കാരന്റെ ആവശ്യമാണ്, പാവപ്പെട്ടവരുടെ ആവശ്യമാണ്, പണക്കാരന്റെ ആവശ്യമാണ്. ഏതൊരു രാഷ്ട്രീയമായ ചുറ്റുപാടോ രാഷ്ട്രീയമായ ഒന്നും തന്നെ ഈ സമരത്തിലില്ല. എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളും ഈ സമരത്തിലുണ്ട്. രാഷ്ട്രീയമായ ഒരു ലക്ഷ്യവും ഈ സമരത്തിലില്ല എന്നുള്ളത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. കാരണം പന്നി ആരെയും നോക്കിയിട്ടല്ല, ഏത് രാഷ്ട്രീയക്കാരാണോ നോക്കിയിട്ടല്ല പന്നിയുടെ ഉപദ്രവം വരുന്നത്. ഇവിടുത്തെ സാധാരണക്കാരന് ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവന്റെ വിളകൾ ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. അതിനെതിരെ ഗവൺമെന്റ് അംഗീകരിച്ച, ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി നടത്താൻ തീരുമാനിച്ച, നടത്താൻ അനുമതി കൊടുത്ത ആ ഒരു സംഭവം നടത്താൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾ വിളകൾ നശിപ്പിച്ച നഷ്ടപരിഹാരം വേണം, ഞങ്ങൾ പരിക്കേറ്റ നഷ്ടപരിഹാരം വേണം, അത് ഞങ്ങള് ഗ്രൂപ്പിന് നഷ്ടപരിഹാരം വേണ്ടോ എന്ന വാദമല്ല ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാരായ കൃഷിക്കാർക്ക് വേണ്ടി, എല്ലാവർക്കും അനുഭവമുണ്ട്, എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും ചെറിയ തോതിലെങ്കിലും കൃഷി ചെയ്യുന്നവരാണ്. നിങ്ങൾ പറമ്പിൽ എന്തെങ്കിലും കൃഷി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ആകാംക്ഷയോടെ, വളരെ പ്രതീക്ഷയോടെ നമ്മൾ നടത്തുന്ന കൃഷി രാവിലെ നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ, രാവിലെ നമ്മളെ ഉന്മേഷത്തോടെ നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വളരെ വിഷമകരമായ സംഭവമാണ് നമ്മൾ കാണുന്നത്. നമ്മളൊരു വായ വെച്ച് അതിൽ വെള്ളം നിറച്ച് അതിന് വളമിട്ട് 6 മാസത്തോളം അതിനെ പരിചരിച്ചുകൊണ്ട് 6ാമത്തെ മാസം അതിന് കൊലയുടെ കൂപ്പ് വരുമ്പോൾ, ആ വായയുടെ കൊലയുടെ കൂപ്പ് വരുമ്പോൾ കർഷകന്റെ മനസ്സിൽ സന്തോഷത്തിന്റെ കിരണങ്ങളാണ്. കാരണം അവൻ ആ നാളിതുവരെ അവൻ അനുഭവിച്ച ബുദ്ധിമുട്ട്, അവൻ അനുഭവിച്ച പ്രയാസങ്ങൾ, ഈ കൊല വെട്ടി മാർക്കറ്റിൽ പോയി കൊണ്ടുവിൽക്കുമ്പോൾ അവൻ കിട്ടാൻ പോകുന്ന അവന് സാമ്പത്തിക മാത്രമാണ് അവന്റെ മനസ്സിലുള്ളതെങ്കിൽ രാവിലെ വന്ന് കുലച്ചാടാൻ കൊലക്കുമ്പോന്ന വായ അന്ന് രാത്രി കൊണ്ട് പന്നി വന്ന് കുത്തി മറച്ചിട്ടുകൊണ്ട് അത് നശിപ്പിച്ച രൂപത്തിലാണ് അവന് രാവിലെ കാണാൻ കഴിയുന്നത്. അപ്പൊ ആ കർഷകന്റെ മനോവിഷമം എന്താണ്? ഈ നാട്ടിൽ കർഷകരുടെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ അധികാരികളെ കണ്ണു തുറക്കേണ്ടതുണ്ട്. കാലങ്ങളായിട്ട് ഞങ്ങളെ ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഈ മുക്കം മുനിസിപ്പാലിറ്റിയിൽ മാത്രം നടത്താൻ കഴിയാത്തത്? എന്തുകൊണ്ട് കൊടിയത്തൂരും ആലശ്ശേരിയുമെല്ലാം നായാട്ടിന് നായ്ക്കളെ വെച്ചുകൊണ്ട്
വെടിവെക്കാനുള്ള ഷൂട്ടർമാരെ വെച്ചുകൊണ്ട് അവർ നടത്തി. അതിന്റെ ഫലം അവർക്കുണ്ടായ കർഷകർക്ക് ഒരു പരിമിതി വരെ പന്നികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും മൊത്തത്തിൽ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതിന് ഗവൺമെന്റ് അംഗീകാരമുണ്ട്. ഷൂട്ടർമാർ തയ്യാറാണ്. ഷൂട്ടർമാർക്ക് വേണ്ട ചെലവ്